എന്താ തങ്ങൾ പറ്റിച്ച പറഞ്ഞു? പറ്റിച്ച കാര്യം ഞാൻ വേറെ വ്യക്തിത്വം ആ ഓക്കെ. നീ ആരാ എന്നും ഓക്കെ. നീ എങ്ങനെ വിളിക്കണമെന്നും എനിക്കറിയാം. ആ നീ ഓക്കെ എനിക്കറിയാം. ഓക്കെ. നീ ആരാ എന്നും ഇപ്പൊ ചിലപ്പോ ലൈവായിരിക്കാം, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഓക്കെ. നമ്മള് നീ എന്നെ അറിയോ ശരിക്കും? അറിയാം. ഞാൻ ചോദിക്കുന്നതിനും നീ ചോദിക്കുന്നതിനൊക്കെ കറക്റ്റ് ആൻസർ പറയണം. ഓക്കെ, പറയാം. തയ്യാറാ, തീർച്ചയായിട്ടും. നീ ഒരു മൂമിനാണോ? അതെ, മൂമിനായതുകൊണ്ടാണ് താങ്കളെ വിളിച്ചത്. സുന്നിയാണോ? സുന്നിയാണ്. നീ ചോദിക്കുന്നതിന് ഇപ്പോ ഞാൻ ഉത്തരം തരാം. ഞാൻ ചോദിക്കുന്ന നീ ഉത്തരം തരുമോ? തീർച്ചയായിട്ടും തരും. നീ എന്നെ അറിയോ? അറിയാം. നിന്റെ നാട് എവിടെ? എന്റെ നാട് മലപ്പുറം ജില്ല. എവിടെ? മലപ്പുറം ജില്ലയിൽ എവിടെ അറിയാം തങ്ങൾക്ക്? നീ എവിടെ? നീ സ്ഥലം പറയാം. മലപ്പുറം ജില്ലയിൽ എവിടെ? ഞാൻ മലപ്പുറം ജില്ലയിലെ പരപ്പനങ്ങാടി. ഒരു തവണ നീ എന്റെ അടുത്ത് വന്നിട്ടുണ്ടോ? വന്നിട്ടില്ല. നീ ചോദിക്കൽ ഉത്തരം ഞാൻ തരാം. വന്നിട്ടില്ല. നീ കുറെ നീ ഇപ്പൊ ഒരുപാട് ദിവസങ്ങളായാലും നേരം വെളുത്താലും വൈകുന്നേരം എല്ലാ സമയത്തും എന്നെ കുറിച്ച് മോശമായിട്ട് ഇങ്ങനെ പറയും. അതൊന്നും എനിക്ക് സങ്കടമില്ല കേട്ടോ. തങ്ങളെ വേറെ ഒരു മിനിറ്റ് തങ്ങളെ എനിക്ക് സങ്കടമില്ല. നീ പറഞ്ഞോ അൽഹംദുലില്ലാ, അല്ലാഹു നിനക്ക് ബർക്കത്ത് ചെയ്യട്ടെന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ. കാരണം ഒരു മനുഷ്യനെ കുറിച്ചിട്ട് നമ്മൾ കുറ്റപ്പെടുത്തുമ്പോ ആ മനുഷ്യനെ കുറിച്ച് നീ അറിയണം. നീ ഒന്നും അറിയില്ല. നീ എന്നെ കുറിച്ച് അന്വേഷിച്ചിട്ടുണ്ടോ? അന്വേഷിച്ചു. എന്താ നീ അന്വേഷിച്ചത് പറ. എന്താ അന്വേഷിച്ചത് പറ. അന്വേഷിച്ചത് പറ. അല്ലല്ല, ഈ ഫോൺ കട്ടാക്കരുത്. കട്ടാക്കൂല, ഒരിക്കലും ഞാൻ കട്ടാക്കൂല. ഞാനിപ്പോ ഓക്കെ കട്ടാക്കൂല. തങ്ങളെ ഒരു മിനിറ്റ് ഞാൻ പറഞ്ഞു. ഇപ്പൊ ഒരു മിനിറ്റ് നിങ്ങൾ സംസാരിക്കുമ്പോൾ ഞാൻ മിണ്ടാതെ ഇരുന്നു, അതുപോലെ നിങ്ങൾക്കും മറുപടി തരാൻ പറയും. ഓക്കെ, ഇനി ഒരു മിനിറ്റ് എനിക്ക് സംസാരിക്കല്ലോ. ഞാൻ 10 മിനിറ്റ് സമയം തരാം. ഓക്കെ, ഞാൻ പറയാം. ഓക്കെ. തങ്ങളെ മറ്റുള്ള ആളുകൾ പറഞ്ഞത് കേട്ടിട്ടല്ലേ നീ എന്നെ കുറിച്ച് മോശമായിട്ട് ഇങ്ങനെ ഇടുന്നത്? അല്ല. ഞാൻ താങ്കളെ പറ്റി ഒരു മിനിറ്റ്, ഞാൻ താങ്കളെ പറ്റി മറ്റുള്ളവര് പറഞ്ഞത് കേട്ടിട്ട് മോശമായിട്ട് സംസാരിച്ചിട്ടില്ല. താങ്കൾ ചെയ്ത മോശ പ്രവൃത്തി ഞാൻ അറിഞ്ഞ് പഠിച്ചുകൊണ്ടാണ് താങ്കളോട് ചോദിക്കുന്നത്. മോശപ്രവൃത്തി പുണ്യപ്രവാചകന് അല്ലെങ്കിൽ ഖുർആനിൽ എവിടെയെങ്കിലും പറഞ്ഞിരിക്കുന്നോ സലാത്ത് വാങ്ങാൻ ഏക്കറക്കണക്കിന് സ്ഥലം വേണമെന്ന്? സലാത്ത് ചെല്ലാൻ വേണ്ടിട്ട് അപ്പൊ താങ്കൾ സലാത്ത് ചെല്ലാന്ന് പറഞ്ഞ് സ്ഥലം വാങ്ങുന്നത് എന്തിനാ? അത് ഞാനൊരു കാര്യം നിന്നോട് പറയട്ടെ. ഓക്കെ, ഞാനോട് പറയുന്നത് കറക്റ്റ് കേൾക്കൂലേ? ഓക്കെ. നമ്മൾ സലാത്ത് നടത്തുന്നുണ്ട്. നമ്മൾ സലാത്ത് ഇവിടെ നടത്തുന്നുണ്ട്. ഓക്കെ. ഈ സലാത്ത് നടത്തുന്ന സ്ഥലത്ത് നമുക്ക് സൗകര്യമില്ല. ഓക്കെ. ഈ സൗകര്യം ഇല്ലാത്തതാവുമ്പോ നമ്മൾ എന്താ ചെയ്യേണ്ടത്? എന്താ ഇല്ലാസ് ചെയ്യേണ്ടത് പറ. നമ്മൾ സലാത്ത് നടത്തുന്ന സ്ഥലത്ത് എന്തില്ല, എനിക്ക് നീ പിന്നെ കറക്റ്റ് ഇതിന് മറുപടി പറയണം. തീർച്ചയായിട്ടും പറയട്ടെ. നീ നിർത്തരുത്. നീ എല്ലാ ദിവസവും എന്നെ കുറിച്ച് മോശമായിട്ടോ അതൊന്നും നിർത്തരുത്. നമ്മളിവിടെ ഞാൻ സ്വലാത്ത് നടത്തുന്ന സ്ഥലത്ത് എന്തില്ല, സ്ഥലമില്ല. അപ്പൊ ഞാൻ എന്താട്ടി സ്ഥലം വാങ്ങാൻ തീരുമാനിച്ചു. ഈ സ്ഥലം വാങ്ങാൻ തീരുമാനിച്ചത് തെറ്റാണോ ഇല്യാസേ? തെറ്റാണ്. ഞാൻ രാമായണം അതല്ല, ഞാൻ പിന്നെ മറ്റേ എന്താണ് ഗാനമേളി അത് നടത്താനല്ലോ ഞാൻ സ്ഥലം. ആമിത് തങ്ങളെ തെറ്റാണ്. തെറ്റാണ്. കാരണം എന്താ അറിയോ, സലാത്ത് ഒരു സ്ഥലത്ത് നിന്ന് ചെല്ലണമെന്നില്ല. ഈ സലാത്ത് ചെല്ലുന്ന ആളുകൾ നിങ്ങൾ യൂട്യൂബിലൂടെ നിങ്ങൾ ഓൺലൈൻ കാണുന്നുണ്ട്. ആളുകൾക്ക് എവിടെ നിന്നും ഏത് സമയത്തും ചെല്ലാൻ പറ്റുന്നതാണ്. ഈ ലോകം മുഴുവൻ പ്രചരിപ്പിച്ച ഇസ്ലാം മതം പുണ്യപ്രവാചകന് ഏക്കറക്കണക്കിന് സ്ഥലം വാങ്ങിയിട്ടാണോ? ചോദിക്കട്ടെ, ആ സലാത്ത് നടത്തിയിട്ട് ഒരുപാട് ആളുകൾ കഴിച്ചിലാകുന്നുണ്ട്. അതിലൂടെ നമുക്ക് ചെറിയ വരുമാനങ്ങൾ കിട്ടുന്നുണ്ട്. ഇല്ല തങ്ങളെ തെറ്റാണ്. ഞാൻ പറയട്ടെ, ഒരുപാട് ആളുകൾ അതിൽ നമ്മൾ സഹായിക്കുന്നുണ്ട്. അപ്പൊ നിന്നോട് പറയട്ടെ, ഞാനൊരു യതീമായി വളർന്ന മോനാ. ഞാൻ 70 ചില്ല കുട്ടികളെ കെട്ടിച്ചു. തെളിവോടെ തങ്ങളെ തെളിവോടെ അതിന്റെ തെളിവോടെ 25 കുട്ടികളെ കല്യാണം കഴിച്ചത്? അതാണ് പ്രശ്നം. അതാണ് നിന്റെ വിഷയം. നീ കുറ്റപ്പെടുത്താൻ മാത്രല്ലേ പഠിച്ചിട്ടുള്ളൂ. നീ ലൈവില് യൂട്യൂബിൽ ആമിന്റെ അടിച്ചത് നിനക്ക് കിട്ടൂലേ? 2022 എത്ര കുട്ടികളെ കല്യാണം കഴിഞ്ഞ്? 2022 മൊത്തം 2022 ഓരോരോ വർഷം എടുക്കാം. 2022 എത്ര കുട്ടികളെ കല്യാണം കഴിഞ്ഞു? നീ 70 മക്കളെ കല്യാണം നിനക്ക് തെളിവ് തന്നാലേ നീ വളരെ ഇതാണ് നിന്റെ പ്രശ്നം. ഓക്കെ, പറഞ്ഞോളൂ. ഇതാണ് നിന്റെ പ്രശ്നം. തങ്ങൾ പറഞ്ഞോളൂ. 70 മക്കളെ കെട്ടിച്ചു.
തങ്ങൾ അങ്ങനെ പറഞ്ഞോട് കാര്യമില്ല. പബ്ലിക്കായിട്ട് ഇതാണ് നിന്റെ വിഷയം, ഇതാണ് നിന്റെ വിഷയം. നീ അന്വേഷിച്ചിട്ടില്ല. നിനക്ക് ആരോ എന്തോ ഓതി തന്നതാണ് നീ വിളിച്ചു. എല്ലാ തങ്ങളെ ഞാൻ പഠിച്ചിട്ടാണ് വിളിക്കുന്നത്. ഇല്ല ഇല്ല, നീ ഇതാണ് നിന്റെ വിഷയം. 70 മക്കളെ പബ്ലിക്കായിട്ട് നീ എന്റെ അടുത്ത് വാ. നീ ഒരു കാര്യം മനസ്സിലാക്കണം. നീ ഒരു കാര്യം മനസ്സിലാക്കണം. നീ അന്വേഷിച്ചിട്ടില്ല. ഇല്ല, നീ അന്വേഷിച്ചിട്ടില്ല. അന്വേഷിച്ചു തങ്ങളെ, ഞാൻ അന്വേഷിച്ചിട്ട് ഞാൻ കാര്യം പറഞ്ഞേക്ക്. നിനക്ക് നീ അന്വേഷിച്ചിട്ടില്ല. നീ അന്വേഷിച്ചിട്ടാണ് ഇല്ലാത്ത. ഇപ്പൊ ഈ പറഞ്ഞ ഇപ്പൊ എനിക്ക് മനസ്സിലായി. ഇപ്പൊ എനിക്ക് മനസ്സിലായി നിന്റെ ഉദ്ദേശം എന്താണ്. ഒരൊറ്റ മിനിറ്റ് തരുമോ തങ്ങൾ? ഒരൊറ്റ മിനിറ്റ് തരുമോ? അതായത് ഞാൻ അന്വേഷിച്ചില്ല, ചിലപ്പോ എനിക്ക് അറിയാത്ത കാര്യമാവും. അപ്പൊ എനിക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ ഞാൻ തങ്ങളെ വിളിച്ചത്. അപ്പൊ ഓക്കെ, അപ്പൊ ആ ഫാൾട്ടാണ് ഞാൻ തെറ്റ് തങ്ങൾ തിരുത്തി തരണം. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് തങ്ങളെ. 2022 2022 എത്ര കുട്ടികളെ കല്യാണം കഴിഞ്ഞു? 2022 2023 എന്നല്ല, അതല്ല, ഈ 2 വർഷത്തിന്റെ ഇടക്ക് തങ്ങളെ വെല്ലുവിളിക്കാണ് നിന്നെ. ഇന്നൊരു കാര്യം ചെയ്യും, ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, തങ്ങൾ മറന്നില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം തങ്ങളെ. 2022 മൊത്തം കുട്ടികളെ കല്യാണം കഴിഞ്ഞത് ആദ്യം 4, 2022 ഡിസംബർ 25 7, ടോട്ടൽ 11 കുട്ടികളെ കല്യാണം കഴിഞ്ഞു അല്ലേ 2022? ഞാൻ 4 കുട്ടികളെ കെട്ടിച്ചിട്ടില്ല. എന്റെ തുടക്കം തന്നെ 10 12 എന്റെ തുടക്കം തന്നെ 12. തങ്ങളെ ഇത് ഞാൻ പറഞ്ഞതല്ല, താങ്കൾ പറഞ്ഞാണ്. 2022 ഡിസംബർ 10. ഓക്കെ, കേൾപ്പി, ഒരു മിനിറ്റ്. ഓക്കെ, ഒറ്റ മിനിറ്റ് പാടത്ത്. തങ്ങളെ നിങ്ങളിപ്പോ സ്വലാത്ത് ചെല്ലാൻ സ്ഥലം വാങ്ങി എന്ന് പറഞ്ഞു. താങ്കളുടെ വീടിന്റെ ഗേറ്റിന്റെ മുൻപിൽ 1 ഏക്കർ സ്ഥലം 1,90,00,000 വാങ്ങി അല്ലേ? എന്റെ വീടിന്റെ ഗേറ്റിന്റെ മുൻപിൽ 1 ഏക്കർ സ്ഥലം 1,90,00,000 അടുത്ത മാസത്തെ മജ്ലിസ് മനോഹരമായ നൂറെ ഹബീബിന്റെ ഗേറ്റ് മുറ്റത്താന്ന് താങ്കൾ പറഞ്ഞു. ഓക്കെ, നടക്കാണ്ടില്ല. 1 ഏക്കർ സ്ഥലം വാങ്ങിച്ചോ? വാങ്ങിയിട്ടില്ല, പൈസ കൊടുത്തിട്ടില്ല. തങ്ങളെ നിങ്ങൾ ഓക്കെ പൈസ കൊടുത്തില്ല. ഓക്കെ ഈ തങ്ങളെ ഞാൻ നിന്നോടൊരു സംവാദത്തിന് നീ എപ്പോഴും മോശമായിട്ടല്ലേ ചിത്രീകരിക്കല്. നീ ഒരു പക്ഷേ ലൈവ് ആയിരിക്കാം, അതെനിക്കറിയില്ല, നിന്റെ ഇഷ്ടം. നീ ഒരു കാര്യം ചെയ്യും, നീ ഒന്നൊരു അന്വേഷണം നടത്തി. ഞാൻ അന്വേഷണം നടത്തി. അന്ന് ഈ അന്വേഷണമൊക്കെ തെറ്റാണ്. ഓക്കെ തങ്ങളെ, എന്നോട് ആളുകൾ എന്നെ കുറിച്ച് പറഞ്ഞു തന്നതൊക്കെ ഫാൾട്ടാണ്. തങ്ങളെ ഞാൻ വേറൊരു കാര്യം, ഒരു തെറ്റ് തിരുത്തുന്നത് തങ്ങളെ. ഒറ്റ തെറ്റ് തിരുത്തുന്നത്. ഞാന് ഇപ്പോഴും പറയാണ്, ഒരാൾ പറഞ്ഞേ കേട്ടിട്ട് ഞാൻ ഇന്നൊരിക്കും നിങ്ങളെ കള്ളന്ന് വിളിച്ചില്ല. കാരണം എന്താ അറിയോ, ആൾക്കാർ ചിലപ്പോൾ നാളെ സ്വഭാവം മാറും. ഞാൻ ഇന്നുവരെക്കും നിങ്ങളെ ഏതെങ്കിലും പ്രാവശ്യം കള്ളന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ അത് താങ്കളുടെ നാവിലൂടെ വന്ന കാര്യമാണ്. കാരണം എന്താ അറിയോ, താങ്കൾ ആ 3.5 ഏക്കർ സ്ഥലം വാങ്ങുമ്പോൾ ആ 3 വീഡിയോസ് ചെക്കന്മാര് താങ്കളുടെ കൂടെ ആ 3.5 ഏക്കർ സ്ഥലം വന്ന് സന്ദർശിക്കുന്നു. അപ്പൊ താങ്കൾ പറയുന്നൊരു വാക്കുണ്ട്, ഒരു മൗലൂക്കിന്റെ കയ്യിൽ നിന്ന് ഞാൻ പണം പിരിച്ചിട്ടില്ല. 3.5 ഏക്കർ ഓക്കെ നിക്ക്. ഈ മക്കളെ കല്യാണം കഴിച്ച് കിട്ടിയ ബാക്കി പൈസ കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യണത്, പാവപ്പെട്ട എത്തിയ മക്കൾക്കും പാവങ്ങൾക്കും 3.5 ഏക്കർ സ്ഥലം വാങ്ങുന്നത്. ഒരു ഗതി ഇല്ലാതെ വാടക കൊടുക്കാൻ ഗതിയില്ലാത്ത ആളുകളുണ്ട്. തങ്ങളെ നൂറെ ഹബീബ് ഒരു ട്രസ്റ്റാണ്, അത് നിങ്ങൾ മറന്നോ? തങ്ങളെ നൂറെ ഹബീബ് ഒരു ട്രസ്റ്റാണ് തങ്ങളെ. അപ്പൊ ആ ട്രസ്റ്റ് ആണെങ്കിൽ നിങ്ങൾ 70 കുട്ടികളെ കല്യാണം പറയണ്ട. ട്രസ്റ്റിന് വർഷം ഓഡിറ്റിംഗ് വേണം. നിങ്ങൾ വന്ന കണക്ക് പറയും, എന്നിട്ട് ചെലവാക്കിയ കണക്ക് പറയും. ഈ 70 തുന്നലി തങ്ങളെ അതൊന്നും ഇപ്പൊ എന്നോട് ബോധ്യപ്പെടുത്തേണ്ട ആവശ്യം എനിക്കില്ല. ഓക്കെ, അല്ല എനിക്ക് നീ സംസാരിക്കണം. എനിക്ക് ഞാൻ പറഞ്ഞില്ല, മറ്റുള്ളവർ പറഞ്ഞു കേട്ടിട്ട് ഞാൻ നിങ്ങളെ കള്ളന്ന് വിളിച്ചില്ല. നിങ്ങൾ പറഞ്ഞ വാക്ക് വെച്ചിട്ട് നാട്ടിൽ വന്നിട്ട് ഇൻഷാല്ലാ നമ്മള് പിന്നെ തങ്ങളെ ഒരൊറ്റ ലാസ്റ്റ് 1 മിനിറ്റ് പട ചോദിക്കട്ടെ. ഒറ്റ ചോദ്യം പട ലാസ്റ്റ് കഴിഞ്ഞു. അതായത് അല്ല അതിനെ 1 മിനിറ്റ് മതി. ഒറ്റ മിനിറ്റ് ഒറ്റ ചോദ്യം തങ്ങളെ. അതായത് 5 ലക്ഷം ചോദിച്ച വ്യക്തിക്ക് നിങ്ങൾ 7 ലക്ഷത്തിനെ കൊടുത്തത് എങ്ങനെ? 5 ലക്ഷമായിരുന്നു ഹൈദർ മധൂർ തുടക്കത്തിൽ ചോദിച്ചത്. അതൊക്കെ 5 ലക്ഷം ഒന്നല്ല ചോദിച്ചത്. എത്ര? 5 ലക്ഷം ഒന്നല്ല. ഇത് എന്താ സംഭവം എന്നറിയോ? നിങ്ങൾ ഇതൊക്കെ സത്യങ്ങൾ, ഇതൊക്കെ ഞാനിപ്പോ എന്നോട് പറയാണ്. ഞാൻ എന്നോട് സത്യം പറഞ്ഞു എന്ന് വിചാരിച്ചിട്ട് നാളെ ഇതിനെ മോശപ്പെട്ട് അത് തിരിച്ചു ചെയ്തോ? തങ്ങളെ ഞാൻ ഇപ്പോഴും പറഞ്ഞൊരു കാര്യം, എനിക്ക് ശത്രു ആണെങ്കിൽ പോലും ഇല്ലാത്ത കാര്യം പറയരുത് എന്നാണ് ഞാൻ പഠിച്ചിരിക്കുന്നത്. ശത്രു ആണെങ്കിലും ഇല്ലാത്ത കാര്യം പറയരുത്. എന്റെ ശത്രു ആണെങ്കിൽ പോലും അയാൾക്കെതിരെ തെറ്റായിട്ട് ആരോപണം ആരോപിക്കരുതെന്നാണ് ഞാൻ പഠിച്ചിരിക്കുന്നത്. അതൊക്കെ ഞാൻ ഓരോ കാര്യം ചെയ്യേണ്ട എന്താ പറയുക, ഞാൻ ഒരുപാട് വീഡിയോസുകളുണ്ട് പുറത്തുള്ള ആളുകൾ, അതൊക്കെ ഒന്ന് കാണും. തങ്ങളെല്ലാം ഞാൻ കണ്ട. ഞാൻ അതുകൊണ്ടല്ല നിങ്ങളെ കല്യാണ സമൂഹത്തിന്റെ നിങ്ങൾ പറയാൻ പഠിച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് ആ എണ്ണം പറഞ്ഞിരുന്നത്. ഞാൻ എന്തിനാണ് 7 ലക്ഷം കൊടുത്തത്?
ഓക്കെ തങ്ങളെ സമ്മതിച്ചു. രണ്ടാമതും 10 ലക്ഷം അല്ല തങ്ങളെ ഒരു വിഷയം അതുമായി ബന്ധപ്പെട്ടിട്ട് രണ്ടാമത് 10 ലക്ഷം ചോദിച്ചപ്പോ 6 ലക്ഷം കൊടുക്കാന്ന് നിങ്ങൾ എന്തിനാ പറഞ്ഞു? വീണ്ടും രണ്ടാമത് അവര് 10 ചോദിച്ചപ്പോ ഞാൻ വേണമെങ്കിൽ ഒരു 6 ലക്ഷം കൂടി കൊടുക്കാന്ന് എന്തിനാ പറഞ്ഞത്? തങ്ങൾ എത്ര ചോദിച്ചെന്നല്ല. ഒന്നാം ഘട്ടം നിങ്ങൾ ആള് കുറഞ്ഞിന് കൊടുത്തു, രണ്ടാം ഘട്ടം എന്തിനാ കൊടുക്കാൻ തയ്യാറായത് 6 ലക്ഷം? തങ്ങളെ കൊടുക്കൂലെന്നുള്ള വേറെ വിഷയം. തങ്ങളെ വേറൊരു കാര്യം, നിങ്ങളെ വീട് ഒരു വേശ്യാലയം എന്ന് പറഞ്ഞ വ്യക്തി നിങ്ങളെ മകൻക്ക് സ്കൂളിൽ പോകാൻ ബുദ്ധിമുട്ടായി നിങ്ങളെ കുടുംബം പറഞ്ഞ് കേസിന് പോണെന്ന്. താങ്കളുടെ വീട് ഒരു വേശ്യാലയം എന്ന് പറഞ്ഞ വ്യക്തിക്കാണ് തങ്ങളെ നിങ്ങൾ ലക്ഷങ്ങൾ കൊടുത്ത് പുണ്യപ്രവാചകം പറഞ്ഞാണ് ഇവിടെ സ്വർഗത്തിലേക്ക് ആളെ കയറ്റിയൊക്കെ ലക്ഷങ്ങൾ കൊടുക്കണം. അതൊന്നും ഇന്നും നിലത്തെ കഥയല്ല. തങ്ങളെ ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ടേ, എനിക്ക് ഇത്ര പറയുള്ളൂ. തങ്ങളെ എനിക്ക് നിങ്ങളെ നന്നാക്കാൻ ഞാൻ ആളല്ല. നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോളി, കുഴപ്പമില്ല. നിങ്ങൾ ഒരു റിക്വസ്റ്റ് ഉണ്ട്, പുണ്യപ്രവാചകന്റെ പേര് ഒഴിവാക്കാം, പരിശുദ്ധ ഖുറാന്റെ പേര് ഒഴിവാക്കാം, ഈ സമുദായത്തെ ഉപയോഗിക്കാതിരിക്കുക. നിങ്ങൾ പിന്നെ എന്ത് വേശ്യാലയം നടത്തിയാലും ഞാൻ ചോദിക്കില്ല നിങ്ങളോട്. അത് മാത്രമേ റിക്വസ്റ്റ് ആയിട്ടുള്ളൂ. നിങ്ങൾ എന്ത് തട്ടിപ്പ് നടത്തിക്കോളൂ. പിന്നൊരു കാര്യം, നിങ്ങൾ നിരന്തരമായിട്ട് ഇടുന്നില്ലേ ഞാൻ കൊടുങ്കലിനൊരു കുടുംബം തകർത്തു എന്ന് പറഞ്ഞിട്ട്? ഉണ്ട്, സത്യമാണ് അത് തങ്ങളെ. ഇല്ല നിക്കേ, ഞാൻ അവരെ നമ്പർ തരട്ടെ, നിങ്ങൾ അവരോട് കോണ്ടാക്ട് ചെയ്യും. ഹക്ക് അറിഞ്ഞാൽ നീ മാറുന്നോ? ഓക്കെ, നമ്പർ ഹക്ക് എന്താ നിനക്കറിയോ? നിനക്ക് ഇതിന്റെ ഹക്ക് എന്താ? ഓക്കെ, നിങ്ങൾ പറയും. ഹക്ക് എന്താണെന്നറിയോ? പറഞ്ഞു തരി. നിന്റെ ഹക്ക് എന്താണെന്നറിയോ? പറഞ്ഞു തരും നിങ്ങൾ. എനിക്കറിയുന്ന ഹക്ക് ഞാൻ പറഞ്ഞിട്ടേ. ഈ വീട്ടിലെ മരുമകൻ, അവന്റെ പേര് സംസുദ്ദീൻ. ഓക്കെ, പക്ക ഫ്രോഡാണ്. അതെങ്ങനെ തങ്ങൾക്കറിയാം? നിക്ക് അവന്റെ കുടുംബത്തിൽപ്പെട്ട ഒരു പെണ്ണിനെ കല്യാണം കഴിക്കാൻ വേണ്ടി അവന് ചെയ്ത പരിപാടിയാണ്. അവനിപ്പോ ദുബായില് ഓന്റെ അമ്മാവന്റെ മകളിൽ കല്യാണം കഴിച്ച് സുഖമായി ജീവിക്കുന്നുണ്ട്. തങ്ങളതിലൊരു തെറ്റുണ്ട്. ആ പെണ്ണിനെ സ്വന്തം അവൻ ഉണ്ടാക്കിയത്. തങ്ങളതിലൊരു തെറ്റുണ്ട്. ഞാൻ എന്റെ വാക്കാലെ പറഞ്ഞല്ല, കോടതി മുഖാന്തരമുള്ള ഒരു കാര്യം പറഞ്ഞു. അത് തെറ്റാണ്. കാരണം എന്താ അറിയോ? തങ്ങളല്ല തങ്ങളെ അതെ തങ്ങളെ അല്ല, ഒരു മിനിറ്റ് നിങ്ങളിപ്പോ സംസാരിച്ചപ്പോൾ കേട്ടല്ലോ. ഒരു മിനിറ്റ് എനിക്ക് മറുപടി പറയാൻ തരേ. കോടതിയിൽ ഈ പ്രവാസിയായ ഭർത്താവ് ആവശ്യപ്പെട്ടത് അദ്ദേഹത്തിന്റെ ഭാര്യ വീടായ കൊടുങ്ങല്ലൂരിലെ അസ്രായേൽ ബഷീറിന്റെ വീട്ടിൽ ഈ തങ്ങൾ വരാൻ പാടില്ല, ഭാര്യ തങ്ങളെ കാണാൻ പാടില്ല. അത് കോടതിയിൽ കൊടുത്ത സ്റ്റേറ്റ്മെന്റ് ഞാൻ പറയുന്നത്. പിന്നെ തങ്ങളെ ആ കൊടുങ്ങല്ലൂരിലെ വിഷയം നിങ്ങൾ തെറ്റുകാരൻ. നിങ്ങൾ എന്തുകൊണ്ട് ആ സ്ത്രീയുടെ നമ്പർ നിന്നെ കുറിച്ചിട്ട് എന്റെ നാട്ടിൽ അന്വേഷിക്കുകയാണെങ്കിൽ പകുതി ആളുകൾ എന്നെ കുറിച്ച് മോശം പറയില്ലേ? തീർച്ചയായിട്ടും എല്ലാരും പറയും. അപ്പൊ നമ്മളെ സംബന്ധിച്ചിട്ട് നമ്മളിപ്പോ ഇത്രയും കാലമായിട്ട് നമ്മൾ ഇത്രയും മുന്നോട്ട് പോണ എന്താ അറിയോ നമ്മൾ തെറ്റും ചെയ്തിട്ട് തങ്ങൾ തെറ്റ് ചെയ്യേണ്ടത് തങ്ങളാ ഇല്ലാന്ന് പറയില്ലേ? ആ കാക്ക കാഷ്ടിച്ചത് പോലും വളച്ചു കെട്ടിയിട്ട് നിങ്ങൾ പരിശുദ്ധ റംസാനിൽ പോലും പച്ച കള്ളം പറഞ്ഞു. നിങ്ങൾ ടെലിഫോൺ യൂസ് ചെയ്യില്ല എന്ന് പറഞ്ഞു. നിങ്ങൾ 2020 മുതൽ യൂസ് ചെയ്യുന്ന നമ്പറാണ് നിങ്ങളത്. തങ്ങളെ ഇപ്പോഴും വ്യക്തത വന്നില്ലല്ലോ. തങ്ങളെ വ്യക്തത വന്നില്ല. നിങ്ങൾ ഈ പരിശുദ്ധ റംസാനിൽ നോമ്പ് നോറ്റിട്ട് പറഞ്ഞു ഫോൺ യൂസ് ചെയ്യില്ലാന്ന്. പക്ഷെ നിങ്ങൾ 2020 മുതൽ ഫോൺ യൂസ് ചെയ്യുന്ന നമ്പറാണ് 9056909096. ഓക്കെ, നിങ്ങൾ ഫ്രീ ആകുമ്പോ വിളിക്കോ? ഞാൻ അങ്ങോട്ട് വിളിക്കൂലല്ലേ, സമയം ഉണ്ടാകുമ്പോഴേ ഇതുപോലെ ഇങ്ങനെ വിളിച്ചു. അതൊക്കെ സത്യം മനസ്സിലാക്കല. ഒരു കാര്യം മനസ്സിലാക്കണം, സത്യം അറിയാതെ ഒരു മനുഷ്യനെ കുറിച്ചും ഒന്നും ചെയ്യരുത്. തങ്ങളെ ഞാൻ ഒരു കാര്യം, നിങ്ങളിപ്പോ തുണിയില്ലാതെ നടന്നാലും ഞാൻ ചോദിക്കൂല. ഞാൻ പറയുന്ന ഒരു കാര്യം എന്താ അറിയോ? നിങ്ങളെ നന്നാക്കാൻ ഞാൻ ആളല്ല ഒരു വ്യക്തി എന്നുള്ളതിൽ. പക്ഷെ ഈ സമുദായത്തിന്റെ പേര് നിങ്ങൾ ഉപയോഗിക്കില്ല. ആ റിക്വസ്റ്റ് ഉണ്ട്. പുണ്യപ്രവാചകന് നിങ്ങൾ ഈ നബിയുടെ പേരക്കുട്ടി എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അടുത്തൊക്കെ ആലുബൈത്തുണ്ടെങ്കിൽ അവർ കള്ളു കുടിക്കുകയാണെങ്കിൽ ചോദിച്ചു തങ്ങളെ തനി ചൂഷണം നിങ്ങൾ ചെയ്യുന്നത് തങ്ങളെ അത് മനസ്സിലാക്കി. ഓക്കെ, ഇൻഷാ അല്ലാഹ് നിങ്ങളെ തിരക്കിയിരട്ടെ, ഞാൻ പിന്നെയും വിളിക്കും. ദോരക്കും ഞാൻ നിങ്ങളെ ഈ തട്ടിപ്പിന്റെ മനസ്സൊന്ന് മാറ്റട്ടെ. ഈ സമുദായത്തിൽ നിന്ന് നിങ്ങൾക്ക് നല്ല ബുദ്ധിയേറ്റല്ല, മനസ്സിലായില്ലേ? അല്ല അതല്ല, കാരണം എന്താ അറിയോ, നമ്മള് നിങ്ങളെ ലക്ഷ്യ തട്ടിപ്പാണ്. നിങ്ങളെ ലക്ഷ്യ തട്ടിപ്പാന്നുള്ളത് വളരെ വ്യക്തമാണ്. അതുകൊണ്ടാണല്ലോ വീട്ടുമുറ്റത്ത് നേർച്ചപ്പെട്ടി വെച്ചിരിക്കുന്നത്. ഞാൻ ഇനിയും വിളിക്കും. കാരണം എന്താ പറയുക, ഞാൻ ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടല്ല നിങ്ങൾ കാരണമാണ് കൊടുങ്ങല്ലൂരിൽ പ്രവാസിയുടെ കുടുംബം തകർന്നെന്നുള്ള വ്യക്തമായ തെളിവ് എന്റെ കയ്യിലുണ്ട്. അപ്പൊ ആ നമ്പറും തരുമോ?
അല്ല ഇതിപ്പോ ഇവിടെ ഒന്ന് അന്വേഷിക്കേ. അല്ല നിങ്ങൾ ആ സ്ത്രീയുടെ നമ്പർ തരാന്ന് പറഞ്ഞില്ല, ആ കുടുംബത്തിന്റെ അവരെ നമ്പർ ഒന്ന് തരും. ഇവിടെ ഒന്ന് അന്വേഷിക്കാം, ആദ്യം ഇവിടെ അന്വേഷിക്കും. തങ്ങളെ നിങ്ങളാ പറഞ്ഞത് കൊടുങ്ങല്ലൂരിലെ നമ്പർ തരാന്ന്. ഇവിടെ ഒന്ന് അന്വേഷിക്കും, ഇവിടെ ഒന്ന് അന്വേഷിക്കും. തങ്ങൾ അവിടെ വന്ന് അന്വേഷിക്കാൻ, നിങ്ങൾ അവിടെ പുതു താമസക്കാരനല്ലേ തങ്ങളെ? മേലെക്കൊടക്കാട് വന്ന് എന്താ അന്വേഷിക്കാൻ? നിങ്ങളവിടെ പുതു താമസക്കാരനല്ലേ? എവിടെ മേലെക്കൊടക്കാട്. എനിക്ക് നിങ്ങളെ പെറ്റു വളർന്ന എവിടെയാണ്? മണലടി. നിങ്ങൾ പെറ്റു വളർന്നത് മണലടിയല്ലേ? ഓക്കെ, ഞാനല്ലേ പറഞ്ഞു മണലടിയാണ് നിങ്ങൾ പെറ്റു വളർന്നത്. നിങ്ങളെ സലാമാശി വെളുപ്പിച്ച പാനോൾ. പിന്നെ എന്റെ തങ്ങളെ നിങ്ങൾ പറഞ്ഞ പോലെ നുണയം പറഞ്ഞില്ലേ? കാരണം എന്താ അറിയോ? ഒരു മിനിറ്റ് തങ്ങളെ ചോദിക്കട്ടെ. താങ്കളുടെ പിതാവ് മരിക്കുന്നതിന് മുൻപ് സലാമാശ കയ്യിൽ നിന്ന് എഴുത്തു വാങ്ങി ദാറുൽ നജാദ് യത്തീംഖാനയിൽ അഭയം പ്രാപിച്ചു എന്ന് പറഞ്ഞാൽ താങ്കള് ലൈവിൽ അയച്ചിട്ട് ചോദ്യങ്ങൾ തങ്ങളെ രഹസ്യമല്ലല്ലോ, പരസ്യമായ ആളുകൾ അറിയാനാ. ഒരു ഉപ്പയുടെ പേരും ഉപ്പയുടെ തറവാടും പറയാൻ എന്തത്ര മടിങ്ങൾക്ക്? സ്വന്തം പിതാവിന്റെ തറവാട് പറയാൻ ആരെങ്കിലും മടിക്കോ? തകർക്കാൻ ഇറങ്ങിയല്ല, കള്ളങ്ങൾ ചൂണ്ടിക്കാണിക്കാനാണ് തങ്ങൾ ഇറങ്ങിയത്. നിങ്ങൾ നടത്തുന്ന ഒന്നാം തരം ഈ സമുദായത്തിലെ ആളുകളെ ചൂഷണം ചെയ്ത് അന്വേഷിക്കാൻ എന്താണ് ഒന്നാം തരം നിങ്ങൾ ചെയ്യുന്ന കള്ളത്തരാണ്, തട്ടിപ്പാണ്. ഈ സമൂഹ വിവാഹം നിങ്ങൾ നടത്തിയ, ഞാൻ നടത്തിയല്ല. തങ്ങളെ ലൈവിലല്ല. തങ്ങളെ ഒരു കാര്യം ഞാൻ നിങ്ങളെ ഒരു മിനിറ്റ്. തങ്ങളെ നൂറ ഹബീബ് ഒരു ട്രസ്റ്റ് ആണോ? തങ്ങളെ നിങ്ങൾ പറയുന്നത് നിങ്ങളെ നന്മ പ്രചരിപ്പിക്കണം. ഞാൻ നന്മ പ്രചരിപ്പിക്കാൻ വേണ്ടിയാ ചോദിക്കുന്നത്. 7 കുട്ടികളുടെ കല്യാണം നടത്തിയെന്ന്. പിന്നെ ഓക്കെ, ഈ ബിനുസിനെ തങ്ങളെ കള്ളനാന്ന് പറയാൻ കാരണമുണ്ട്. നിങ്ങൾ ഈ പരിശുദ്ധ റമദാനിൽ പറഞ്ഞൊരു പച്ച കള്ളുണ്ട്. നിങ്ങൾ ആ ദുബായിൽ നിന്ന് വന്നതിന് ശേഷം നിങ്ങൾ എന്താ പറഞ്ഞേ? അന്വേഷിച്ചു നിങ്ങളെ മാവിലൂടെ പറഞ്ഞു. നിങ്ങളെന്താ പറഞ്ഞേ? ഒരു ഇഫ്ലു കോളേജിന്റെ ടീം ഒരു ഇഫ്ലു കോളേജ് ഏറ്റെടുക്കണം എന്ന് പറഞ്ഞിക്കണെന്ന് പറഞ്ഞു. അതിന്റെ ചർച്ച വിജയിക്കുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് നമ്മൾ ആ ഇഫ്ലു കോളേജ് ഏറ്റെടുക്കുമെന്ന് പറഞ്ഞു. ആ സ്ഥലം കണ്ടുവന്നപ്പോൾ നിങ്ങൾ പറഞ്ഞു ഇത് എന്റെ ഉപ്പന്റെ ഉമ്മന്റെ പേരിൽ ഞാൻ ആദ്യം വാങ്ങിയെന്ന്. എന്ത് അത്ഭുതം! ഇല്ലാത്ത ഇഫ്ലു കോളേജ്. അപ്പൊ നിങ്ങൾ പറഞ്ഞ കള്ളം നിങ്ങൾ സമ്മതിക്കുകയാണ്. കാരണം ഞാൻ പറഞ്ഞേക്കാം, നിങ്ങൾ പബ്ലിക്കിൽ യൂട്യൂബിലൂടെ പറഞ്ഞ കാര്യം ഞാൻ ചോദിക്കുന്നത്. തങ്ങളെ പെടും തങ്ങളെ നിങ്ങളാ പറഞ്ഞത്. നിങ്ങൾ പറഞ്ഞ കാര്യം മാത്രമേ ഞാൻ ചോദിക്കുന്നുള്ളൂ. മറ്റേ യൂട്യൂബർമാർ പറഞ്ഞു കേട്ടിട്ട് ചോദിക്കുന്നില്ല. ഓക്കെ, ആൾക്കാരെ കണ്ടുവരും. നിങ്ങൾക്ക് ഇപ്പൊ എസ്ക്യൂട്ടാവാൻ ഒരേ ഒരു മാർഗ്ഗം അതേ ഉള്ളൂ. തങ്ങളെ നിങ്ങൾ വിചാരിച്ച് ഞാൻ കട്ട് ചെയ്ത് പോകുന്നു. ഒരിക്കലും ഞാൻ കട്ട് ചെയ്ത് പോകില്ല. കാരണം എന്താ അറിയോ? തങ്ങളെ നിങ്ങൾ കള്ളത്ര ചെയ്യുന്നത്. നിങ്ങൾ ഒന്നാന്തര കള്ളത്ര ചെയ്യുന്നത്. തങ്ങളെ നിങ്ങൾ ഒന്നാന്തര ഈ സമുദായ പുണ്യപ്രവാചകന്റെ പേര് എന്ന് പറഞ്ഞിട്ട് ചെയ്യുന്ന ഈ ചൂഷണത്തെയാണ് ഞാൻ ചോദ്യം ചെയ്യുന്നത്. ഒന്നാന്തര തട്ടിപ്പ്. ഈ കാക്ക കരഞ്ഞ് നിങ്ങളെ വീട്ടിൽ നിന്ന് ഇപ്പോഴും കാക്ക കരയുന്നില്ലേ? ഇപ്പോഴും നിങ്ങളുടെ വീട്ടിൽ നിന്ന് കാക്ക കരയുന്നില്ലേ? അപ്പൊ ആരാ അവിടെ അശുദ്ധി ഉള്ളത്? അവിടെ നിങ്ങളെ വീട്ടിലുള്ള ഒരു അശുദ്ധിയായ ആളാരാ അറിയോ? ഈ വയനാട്ട് അച്ചൂരിൽ നിന്ന് കുടിയേറി കൊടക്കാട് താമസിച്ചതിന് ശേഷമാണ് ഈ കാക്ക കരച്ചിൽ തുടങ്ങിയത്. നിങ്ങളാണ് അവിടെ കള്ളത്തരം ചെയ്യുന്നത്. കാരണം കൊടിമരം വളച്ചു കെട്ടിയത് 3 ദിവസം മിനിഞ്ഞാന്ന് വളച്ചു കെട്ടി അതിന്റെ ശേഷം കാക്ക വന്നില്ല എന്ന് പറഞ്ഞ നിങ്ങൾ സജാദ് വ്ളോഗിനോട് പറഞ്ഞു ഞാൻ പണം വാങ്ങിക്കൊണ്ടിരിക്കുന്നു. 9 മണിയായപ്പോൾ മജ്ലിസിന്റെ അവിടുന്ന് കോൾ വന്ന് അങ്ങോട്ട് പോയിന്ന്. നിങ്ങൾ അഡ്മിൻസ് മീറ്റിംഗിൽ തരുണി മണികളോട് പറയുന്നു ഞാൻ അവിടെ ഗേറ്റിന്റെ മുൻപിൽ നിന്ന് 2 ഏക്കർ സ്ഥലം നനഞ്ഞു പണം വാങ്ങിക്കൊണ്ട് ഇരിക്കായിരുന്നു. അപ്പൊ സലാത്തിന് സമയപ്പോൾ അങ്ങോട്ട് പോയി ബാക്കിയുള്ള പണം ഇവിടെ ഇട്ടോളി എന്ന് പറഞ്ഞു. അങ്ങനെ ഇട്ടാന്ന്. എത്ര കള്ള പരിശുദ്ധ റംസാനിൽ പറഞ്ഞെന്നറിയോ? പിന്നെ നിങ്ങൾ പറഞ്ഞ കള്ളം നിങ്ങൾ മറുപടി പറഞ്ഞാലില്ലെങ്കിൽ നിങ്ങളൊന്ന് കേട്ടോളി. ഈ പരിശുദ്ധ റംസാനിൽ ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിച്ചിരിക്കുന്ന ദിവസങ്ങളിൽ നിങ്ങൾ പറഞ്ഞ കള്ളം നിങ്ങൾ ഫോൺ ഉപയോഗിക്കില്ല എന്നാ. എന്നാൽ 2020 വായക്കാട് കോട്ടൈസിൽ നിന്ന് നിങ്ങൾ ആ സ്വർഗത്തിലേക്കുള്ള പാത ചെയ്യുമ്പോൾ നിങ്ങളെ ബാക്കിലാ നോട്ടീസിലാ നമ്പറുണ്ട്. തങ്ങളെ അസ്മായി ചികിത്സയും ഖുർആൻ ചികിത്സയും പോരാത്തതിന് നിങ്ങളുടെ സ്വന്തം വോയിസ് കൊണ്ട് തരുണി മണികളോട് പറയുന്നുണ്ട് നിങ്ങൾ പറഞ്ഞ കാരണം ഞാൻ യൂട്യൂബ് ഉണ്ടാക്കിയെന്ന്. അല്ലേ? പറയുന്നുണ്ട്. നിങ്ങളെ സ്വന്തം വോയിസിലൂടെ നിങ്ങൾ പറയുന്നുണ്ട് 9056909096 നമ്പർ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ തകിടിൽ ചികിത്സ എന്ന് പറഞ്ഞ് ജനങ്ങളെ ചൂഷണം ചെയ്യുന്നുണ്ട്. 1500 രൂപ കൊടുത്തു കഴിഞ്ഞാൽ മരണം വരെ ഒരു രോഗം ഉണ്ടാവില്ല എന്ന് പറയുന്നത് എന്ത് കള്ളക്കറാമത്തെ തങ്ങളെ. ഇതൊക്കെ സമുദായത്തെ ഞാൻ പറഞ്ഞില്ലേ, ഞാനോ അല്ലെങ്കിൽ നിങ്ങളെ ചോദ്യം ചെയ്യുന്ന വ്യക്തികളെ തുണിയില്ലാതെ റോട്ട് കൂടി ഇടുന്നാലും പ്രശ്നമില്ല. കാരണം എന്താ അറിയോ? അവർ ഈ സമുദായത്തിന്റെ പേരിൽ ഇവിടെ ആത്മീയ മജ്ലിസ് നടത്തുന്നില്ല ചൂഷണത്തിന് വേണ്ടിയിട്ട്. നിങ്ങളും അനിയന്മാരും ചെയ്യുന്ന ഒന്നാന്തരം പരിശുദ്ധ ഖുർആൻ പറയത്തെ സലാത്ത് ചെല്ലാൻ 1 ഏക്കർ ആയിക്കോട്ടെ 4 ഏക്കർ ആയിക്കോട്ടെ പുണ്യപ്രവാചകൻ കാണിച്ചു തരാത്താണ്. നിങ്ങൾ എന്തിനാണ് നിങ്ങളെ കള്ളൻ എന്ന് പറയുമ്പോൾ പുണ്യപ്രവാചകനുമായി നിങ്ങളെ ഉപമിക്കുന്നത്? തെറ്റല്ലത്.
കാരണം റബ്ബിനെ പേടിയുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചൂഷണം ചെയ്യൂല. പുണ്യപ്രവാചകനോട് സ്നേഹം ഉണ്ടെങ്കിൽ നിങ്ങൾ പുണ്യപ്രവാചകന്റെ പേര് നിങ്ങളുടെ തട്ടിപ്പിന് നിങ്ങൾ ഉപയോഗിക്കില്ല തങ്ങളെ. പക്ഷെ നിങ്ങൾ ചെയ്യുന്നതാണ്. നിങ്ങൾ ഈ കൊടുങ്ങല്ലൂർ വിഷയത്തിൽ ആ പ്രവാസിയെ ഭർത്താവിനെ ഫ്രോഡ് എന്ന് വിളിക്കുന്നത് നിങ്ങൾ എങ്ങനെയാണ് അത് വിളിക്കുക? നിങ്ങൾ 2020 ഒക്ടോബറിൽ വായക്കാട് കോട്ടേഴ്സിൽ നിന്ന് നാളെ മറ്റന്നാൾ ഞാൻ ചേലമാൻ പെരുമാളിന്റെ നാട്ടിൽ കൊടുങ്ങല്ലൂരിൽ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് 9:15 കൊടുങ്ങല്ലൂരിലുള്ളത് നെറ്റ് സ്ലോ ആണ്, നിങ്ങൾക്ക് ഭയങ്കര ക്ഷീണം എന്ന് പറഞ്ഞ് നിങ്ങൾ ആ നെറ്റ് ഓഫ് ചെയ്തിട്ട് ആ സ്ത്രീയുടെ ശബ്ദം നിങ്ങളുടെ ലൈവിലൂടെ കേൾക്കാം. മറുപടി ഉണ്ടാവില്ല ഞങ്ങളെ. കാരണം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ തങ്ങൾ കട്ടുപോയിന്ന് ഞാൻ പ്രചരിപ്പിക്കുന്നതായിരിക്കും. എനിക്കറിയാം നിങ്ങൾക്ക് മറുപടി ഉണ്ടാവില്ല എന്ന്. എന്നോടാണ് ആദ്യം വെല്ലുവിളിച്ചത്, നീ കട്ട് ചെയ്ത് പോകരുതെന്ന്. എനിക്കെതിരെ കട്ട് ചെയ്ത് പോണ്. എനിക്ക് എൻ്റെ സ്വാർത്ഥരായിട്ടുള്ള എൻ്റെ ഒരു ചോദ്യമില്ല. നിങ്ങൾക്കെതിരെ പരാതി ഉന്നയിച്ച ഇത്താത്താനെ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും കണ്ടിട്ടല്ല ഞാൻ പ്രതികരിക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ, ഒരാൾ പറഞ്ഞേ കേട്ടിട്ട് ഒരാളും കള്ളനാക്കാൻ ഞാൻ പോകില്ല. കാരണം എന്താണ്, അവർ ചിലപ്പോൾ നാളെ വാക്ക് മാറി കഴിഞ്ഞാൽ നമ്മൾ പബ്ലിക്കിന് മുൻപിൽ നാണം കെടും. ഞാൻ നിങ്ങളെപ്പറ്റി പഠിച്ചിട്ട് തന്നെയാണ് എനിക്കറിയുന്ന കാര്യങ്ങൾ വ്യക്തതയോടുകൂടി. നിങ്ങൾ 70 കല്യാണം എന്ന് എപ്പോഴും പറയുന്നുണ്ട്. എന്തിനാണ് അത് പറയുന്നത്? നൂറെ ഹബീബ് ഒരു ട്രസ്റ്റ് ആണെങ്കിൽ ആ ട്രസ്റ്റിന്റെ ഓഡിറ്റിംഗ് വർഷം നടത്തണം. അത് നിങ്ങൾ നടത്തുന്നില്ല. പിന്നെ നിങ്ങളുടെ പിതാവിനെ കാണാൻ വരുന്നവരും നിങ്ങളെ കാണാൻ വരുന്നവരും കൊടുക്കുന്ന പണം വെച്ചിട്ടാണ് 18 വീട് 2.5 കോടി ഏകദേശം രൂപ ചെയ്യുന്നതെന്ന് പറഞ്ഞ നിങ്ങൾ. ഒരാളുണ്ടാവില്ല സംസാരിക്കാൻ, മനസ്സിലായില്ലേ തങ്ങളെ? കട്ട് ചെയ്ത് കഴിഞ്ഞാൽ മൂപ്പർക്ക് പരാജയം നേരിട്ട് നേരിച്ച് കട്ട് ചെയ്യുക, അതൊക്കെയാണ്. പക്ഷെ മറുപടി പറയാൻ പറ്റൂല. കാരണം എന്താ അറിയോ, എൻ്റെ അടുത്തുള്ള ചോദ്യങ്ങൾ ഇയാൾക്കെതിരെ ഒരാൾ പറഞ്ഞ ചോദ്യമില്ല. ഒരാൾ പറഞ്ഞ ചോദ്യം എനിക്ക് ഇയാൾക്കെതിരെ ഇല്ല. ഞാനായിട്ട് ചികിഞ്ഞെടുത്തതാണ്. അല്ല, സത്യമായിട്ടും നമ്മുടെ സമുദായത്തില് ഞാനിപ്പോഴും പറഞ്ഞു, ഈ ആമിദ് നാറ്റക്കോ എന്ന വ്യക്തിയെ എതിർക്കാൻ ഞാനാളല്ല. ഒരു വ്യക്തി എന്നുള്ളതിൽ നന്നാക്കാനാളല്ല. പക്ഷെ ഞാൻ ഈ വ്യക്തിയെ എതിർക്കുന്നത് ഈ സമുദായത്തെ ചൂഷണം ചെയ്യുക. പുണ്യ ഖുറാനാണ് ഇപ്പം വിൽപ്പന ചെറുക്കാക്കുന്നത്. പുണ്യപ്രവാചകന്റെ പേരിലാണ് ഈ ആത്മീയ ചൂഷണം ചെയ്യുന്നത്. അതാണ് ഞാൻ എതിർക്കുന്നത്. ഒന്നാന്തര തട്ടിപ്പ്, ലോകം കണ്ടതിൽ വെച്ച ഏറ്റവും വലിയ തട്ടിപ്പ് മതത്തിന്റെ പേരിൽ, അറിയോ? എന്നിട്ട് നേരം വെളുക്കാത്ത നമ്മുടെ സമുദായത്തിലെ ആളുകൾ, അതാണ് വലിയ അത്ഭുതം. നമ്മുടെ സമുദായത്തിലെ ആളുകൾക്ക് ഇനിയും നേരം വെളുത്തില്ല ഈ തട്ടിപ്പ്. ഏത് ആരോപണം വന്നാലും ഏത് യൂട്യൂബർമാരോടും പറയുന്നൊരു വാക്കാണ്, കാര്യം എന്താ? 70 കുട്ടികളുടെ കല്യാണം, ഈ ഒരു വാക്കും വീട് വെച്ചു കൊടുക്കുന്നതും. നൂറ ഹബീബ് ട്രസ്റ്റ് അല്ല. അപ്പൊ ആ ട്രസ്റ്റിന്റെ ഓഡിറ്റിംഗ് വിട്ടാ പോരെ? ഈ 2022 ഈ 18 വീട് അതെങ്ങനെ കൊടുക്കണമെന്ന് പീപ്പിൾ വോയിസ് അൽബാബ് ചോദിച്ചപ്പോ പറയുന്ന കാര്യങ്ങളുണ്ട്. അതായത് ഞാൻ കട്ട് ചെയ്യുന്ന എനിക്ക് വേസ്റ്റ് ടൈമില്ല. കാരണം മൂപ്പർക്ക് ഇത് വന്ന് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പം തൗബ ചെയ്യാവും. എന്തോ ഒരു ചൂഷണം എന്ന് ആലോചിച്ച് നോക്കിയട്ടെ, ഈ മതത്തിന്റെ പേരിൽ നടത്തുന്ന ചൂഷണം. ഇനി മറുപടി തരാണെങ്കിൽ ഒരു ചോദ്യം പാടെ ചോദിക്കാൻ 1000 ചോദ്യങ്ങളുണ്ട്. ആമിദിന് ഉത്തരം പറയാൻ പറ്റൂല. കാരണം എന്താ അറിയോ, നമ്മൾ മറ്റുള്ളവരുടെ വാക്ക്, നിങ്ങളെപ്പോലുള്ള ആളുകൾ ആരെങ്കിലും ആമിദ് എന്തെങ്കിലും ഒരു കാര്യം ചെയ്തെന്ന് പറഞ്ഞ് ഞാൻ ചോദിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട ആമിദ് എന്നോട് മറുപടി ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പറയാൻ ഉത്തരം കിട്ടൂല. പക്ഷെ ഞാൻ സ്വയം പഠിച്ചു വെച്ച കാര്യങ്ങൾ വെച്ചിട്ട് ചോദിക്കുമ്പോൾ ആമിദ് ഏത് മറുപടി പറഞ്ഞാലും എനിക്കതിന് തിരിച്ച് സംസാരിക്കാനുള്ള കാര്യങ്ങൾ എൻ്റെ കയ്യിലുണ്ട്. ഓക്കെ, ഞാനും കട്ടാക്കുന്നില്ല ഏതായാലും. ഓക്കെ, തങ്ങൾ ഒരു മിനിറ്റ് ഒരു ചോദ്യം ചോദിക്കട്ടെ, ഒരു കാര്യം ചോദിക്കട്ടെ. തങ്ങളെ ഒരു കാര്യം ചോദിക്കട്ടെ. ഞാനും മാന്യമായിട്ടല്ല തങ്ങളെ ചോദിക്കുന്നത്. തങ്ങളെ ഒരൊറ്റ കാര്യം പാടെ ചോദിക്കട്ടെ. ഒരു കാര്യം പാടെ ചോദിക്കട്ടെ. അല്ല, ഒരു മിനിറ്റ്, ഒരു കാര്യം പാടെ ചോദിക്കട്ടെ. ഈ ഫസീല കരഞ്ഞിന്റെ CCTV പുറത്തു വിടുന്ന അറിഞ്ഞിരുന്നല്ലോ, എന്താ വിടാത്ത്? വളാഞ്ചേരിയിലുള്ള വളാഞ്ചേരിയുള്ള ഫസീല കരഞ്ഞപ്പോ വയലന്റ് ആയപ്പോ തങ്ങളെ ചൂടാവണ്ട. തങ്ങളെ നിങ്ങൾ മുഖതാവിലിരിക്കാൻ വരുന്നവർക്ക് പണട്ട് മൂടുണ്ടാവും. ഞാൻ മുഖതാവിലിരുന്നാലും എവിടെ ഇരുന്നാലും തങ്ങളെ നിങ്ങൾക്ക് എന്റെ മുൻപിൽ ഉത്തരം ഉണ്ടാവില്ല. കാരണം എന്താ അറിയോ, എനിക്കൊരു സ്വാർത്ഥ താല്പര്യമില്ല. ഏത് ഈ തട്ടിപ്പിനുള്ള തിരക്കല്ല തങ്ങളെ, ഈ പാവപ്പെട്ട ജനങ്ങളെ പറ്റിക്കാനല്ലേ തങ്ങളെ ഞാൻ നിർത്താന്ന് പറഞ്ഞു. ഞാൻ നിങ്ങൾക്കെതിരെ ഇല്ലാത്ത പറഞ്ഞില്ല. മാർച്ച് 4 ഫസീല കരഞ്ഞു.
മാർച്ച് 4 ഫസീല കരഞ്ഞു. എവിടെ CCTV ക്യാമറ? എവിടെ CCTV? നിങ്ങളെ CCTV എവിടെ? അല്ല, ചൂഷണത്തിന് പുറത്ത് കള്ളനാണ്. പക്ഷെ ഞാനൊരു വ്യക്തി എന്നുള്ളതിൽ നിങ്ങൾക്ക് തരുന്ന മതി. ഇപ്പൊ നിങ്ങൾ ഈ സമുദായത്തെ കാർന്ന് തിന്നുന്ന അർബുദമാണ് തങ്ങളെ. നിങ്ങൾ ഈ സമുദായത്തെ കാർന്ന് തിന്നുന്ന അർബുദമാണ്. മനസ്സിലായില്ലേ? അപ്പൊ തുള്ളിക്കൊഴിഞ്ഞു മാറിക്കോളി. പാവപ്പെട്ട എനിക്കൊരു ഉത്തരം കിട്ടണം. തങ്ങളെ എത്ര ഏക്കർ സ്ഥലമാണ് നിങ്ങൾ വാങ്ങിക്കുന്നത്? എത്ര ഏക്കർ സ്ഥലം വാങ്ങിക്കൂട്ടിന്ന്? ഉത്തരം ഉണ്ടാവില്ല. ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. എന്താ അറിയോ, ഞാൻ ഇപ്പോഴും പറയുന്നു, ഈ ആമിദിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളോട്, ഒരു വ്യക്തി എന്നുള്ളതിൽ ആ വ്യക്തിനെ നന്നാക്കാൻ ഞാൻ ആളല്ല. കാരണം ആ ആമിദ് എന്നൊരു വ്യക്തി എന്ത് വൃത്തികെട്ട ജോലി ചെയ്താലും, അവൻ തുണിയില്ലാതെ റോട്ടിൽ കൂടി ഇടന്നാലും ഞാൻ ചോദിക്കാൻ ആളല്ല. അത് എനിക്കറിയാത്തോണ്ടല്ല. പക്ഷേ ഈ പരിശുദ്ധ ഖുർആന്റെയും പുണ്യപ്രവാചകന്റെയും ഈ ദീന്റെയും പേരിൽ ചൂഷണം, അതാണ് ഞാൻ എതിർക്കുന്നത്. പിന്നെ ഇവൻ ചെയ്യുന്നത്, ഇപ്പം പറയുന്നത് 1 ഏക്കർ സ്ഥലം വാങ്ങിയില്ല എന്ന്. ആ വാങ്ങിയില്ല എന്ന് ഇവൻ പബ്ലിക്കിൽ അറിയിക്കണ്ടേ? 1,90,00,000. ഓക്കെ, ഇവൻ പറഞ്ഞാണ് അത് വാങ്ങിയില്ല, വിലക്ക് പേശിയിരുന്നു. ഓക്കെ, അന്ന് വാങ്ങുമ്പോൾ പറഞ്ഞ് ഈ 4 ഏക്കർ സ്ഥലം ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. ഇപ്പം ഈ 2 ഏക്കർ 1/2 സെന്റ് ആയിക്കോട്ടെ. പുണ്യപ്രവാചകന് ഈ ലോകം മുഴുവൻ ഈ സമുദായം ഈ ദീൻ പ്രചരിപ്പിച്ചപ്പം 1 സെന്റ് സ്ഥലം ഈ ദീൻ, ഈ നമ്മുടെ ഈ ഇസ്ലാം ദീൻ നിലനിർത്താൻ വേണ്ടിയിട്ട് 1/2 സെന്റ് സ്ഥലം പുണ്യപ്രവാചകൻ വാങ്ങിച്ചിരിക്കുന്നോ? വാങ്ങിച്ചിട്ടില്ല. ഇവൻ അത്ഭുത ഫദലുള്ള ആളാണ് ആമിദ്. അതായത് യൂട്യൂബിലൂടെ റഹ്മത്തിൻ്റെയും മലായിക്കത്തിൻ്റെയും മലക്കുകൾ ഓരോരോ വീട്ടിലേക്ക് ഇങ്ങനെ ഇറക്കി കൊടുക്കുന്ന ഇവർക്ക് എന്തിനാ സ്ഥലം? ചിന്തിക്കണം. എന്തിനാണ് സ്ഥലം? ആവശ്യമില്ല. കാക്ക കാഷ്ടിച്ചത് വളച്ചു കെട്ടിയത് മനഃപൂർവ്വം ജനങ്ങളുടെ പണം കൊള്ളയടിക്കാനാണ്. വ്യക്തമായ തെളിവുണ്ട്. കാരണം എന്താ അറിയോ, നിങ്ങൾ ഈ കാക്ക കാഷ്ടിച്ചതിൻ്റെ പുറത്ത് ചിലർ ഇവനെ ശ്രദ്ധിക്കൽ തുടങ്ങിയിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഈ കാക്ക കാഷ്ടിച്ചത് പബ്ലിസിറ്റി ആയതിനു ശേഷം ചില ആളുകൾ വീഡിയോ കാണാൻ തുടങ്ങിയിട്ടുണ്ടാവും. എൻ്റെ നമ്മൾ എന്തൊരു വിഷയം കേട്ട് കഴിഞ്ഞാലും മുൻപും പിൻപും കാണണം. ആ കാക്ക കാഷ്ടിച്ചത് വളച്ചു കെട്ടുന്നതിന് മുൻപ് 37-ാം മജ്ലിസ് മുതൽ അതിന് മുൻപുള്ള ഒരുപാട് വീഡിയോസ് നിങ്ങൾ കാണണം. ഈ കൊടിമരത്തിന് അത്ഭുത സിദ്ധികൾ ഇവൻ പ്രചരിപ്പിക്കുക. ആമിദ് ഈ കൊടിമരത്തിന് അത്ഭുത സിദ്ധികൾ ജനങ്ങളിൽ പ്രചരിപ്പിച്ചിട്ടും അഡ്മിൻ മീസിംഗ് കൊടിമരം പോടുന്നു തുടരുത്, ഇന്ന കറാമത്തുണ്ട് എന്ന് ജനങ്ങളിൽ ഒരു തെറ്റിദ്ധാരണ പരത്തി ഏകദേശം എല്ലാം റെഡി ആയതിൻ്റെ ശേഷമാണ് ഇവനെ വളച്ചു കെട്ടിയത്. പിന്നെ ഇവൻ നടത്തുന്ന ചികിത്സ, ഇന്നും പാടെ പറയുന്ന ഇവൻ്റെ രോഗം 70% മാറിയിരിക്കണമെന്ന്. എന്ത് ജോലിയാണല്ലോ ഇവർക്ക് സ്വലാത്തുൽ ഫാത്തിഹയുടെ ഇജാസത്ത് കിട്ടിയെന്ന് പറയുന്നത് പച്ചക്കള്ളം എന്നു മുതൽ കിട്ടിയല്ലോ. കാരണം നമ്മൾ ചിന്തിക്കണം, ഒരു ദർസിലോ മതപഠന സ്ഥാപനത്തിലോ അല്ലെങ്കിൽ ഇനിയിപ്പോൾ ഒരു ഹൈന്ദവ സഹോദരന്മാരുടെ അവരുടെ മതപഠനശാലയിലോ ഒരു 1000 കുട്ടികൾ പഠിക്കണമെങ്കിൽ ചില കുട്ടികൾക്ക് ഒരു പ്രത്യേക ബുദ്ധി ഉണ്ടാവും. ചിലപ്പോൾ ആ ഗുരുവിൻ്റെ സ്കൂളിലാണെങ്കിൽ അനുഗ്രഹങ്ങൾ കിട്ടും, സ്വാഭാവികമാണ്. അതായത് നമ്മൾ ഓരോരോ വിഷയത്തിലും ഇപ്പം അമ്പയത്തിലാണെങ്കിലും എന്താണ് ഏകലവനിയോടൊറ്റ പെരുവിരൽ ചോദിച്ചിരുന്നു. പറയുമ്പോൾ എന്ത് കണ്ടിട്ട് അത്രയും മനോഹരമായിട്ട് ഈ അമ്പയത്ത് പഠിപ്പിച്ചു കൊടുക്കുന്നത് നോക്കി കണ്ട് പഠിച്ച, അപ്പം എൻ്റെ ശിഷ്യനെക്കാട്ടി കേമനായി മാറുമെന്ന് വിചാരിച്ചിട്ട് പെരുവിരലാണ് ഗുരുദക്ഷിണായിട്ട് ചോദിച്ചത്. കാരണം ചില ആളുകൾ അത്തരത്തിലുള്ള ഇത് സിദ്ധി ആകർഷിക്കും. അപ്പോൾ ഉസ്താദുമാർ ആ ഒരു കുട്ടിക്ക് പ്രത്യേക ഒരു അവൻ ടാലൻ്റ്, കാരണം നമുക്കൊരു കാഴ്ചപ്പാടുണ്ടാവും, നമ്മൾ പഠിപ്പിക്കുന്ന നമ്മളെ സ്റ്റുഡൻറ്റ് ഇവൻ ഇന്ന ലെവലിലെത്തുന്നുള്ള ഒരു ആശീർവാദം കൊടുക്കും. പക്ഷേ ഇവിടെ ആമിദിന് എങ്ങനെ ഇജാസത്ത് കിട്ടുക? ഖുർആൻ പോലും ശരിക്കും ഓതാൻ അറിയാത്ത അവനക്ക് സൂറത്തുൽ ഫാത്തിഹയുടെ ഇജാസത്ത് ആര് കൊടുക്കാൻ? ആമിദ് എന്നൊരു വ്യക്തി പറയാണ് ഓൺലൈനിൽ വന്നിട്ട് ഞാൻ ഈ ഓൺലൈൻ സദസ്സ് തുടങ്ങിയ ശേഷമാണ് ശരിക്കും ഖുർആൻ പോലും ഓതാൻ പഠിച്ചത് എന്ന്. സത്യം. അപ്പോൾ പിന്നെ മലക്കുകൾ വന്നിട്ട് കൊടുത്ത ഇജാസത്ത് ഓൺലൈനിലൂടെ പച്ചക്കള്ളം ജനങ്ങളുടെ ഇടയിൽ. പിന്നെ ഇവൻ നടത്തുന്ന ചികിത്സ, ഇവനെ വെളുപ്പിക്കുന്ന പല ആളുകളും പറയുന്നുണ്ട് എനിക്ക് യുനാനി ചികിത്സ ഇല്ലയെന്ന്. ആമിദ് തന്നെ വളരെ വ്യക്തമായിട്ട്, ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊക്കെ കള്ളെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ ആമിദിന് സാധിക്കില്ല. കാരണം എന്താ അറിയോ, എനിക്കൊരാൾ പറഞ്ഞു തന്നതായിട്ട് ഞാൻ ആമിദിനെതിരെ ആരോപണങ്ങളില്ല. കാരണം ഒരാൾ പറഞ്ഞു തന്നതാണെങ്കിൽ വേണമെങ്കിൽ കോടികൾ കൊടുത്ത് ആ വ്യക്തിയെ സ്വാധീനിച്ചു കഴിഞ്ഞാൽ ഞാൻ പബ്ലിക്കിൻ്റെ ഇടയിൽ നാണം കെടും. അതുകൊണ്ട് തന്നെയാണ് ഞാൻ വളരെ വ്യക്തമായിട്ട് ആമിദിൻ്റെ മാത്രം ഡീറ്റെയിൽസ് പൊക്കിയിട്ട് ആമിദിൻ്റെ നാവിലൂടെ പറഞ്ഞ് പബ്ലിക്കിനെ കേൾപ്പിക്കുമ്പോൾ പിന്നെ ഞാൻ തെറ്റുകാരനാവില്ലല്ലോ. ഞാൻ അതുകൊണ്ടാണ് ചോദിച്ചത്. 2022 കഴിഞ്ഞത് 4 കുട്ടികളെ കല്യാണം ആദ്യഘട്ടം കഴിഞ്ഞു. അതിന് മുൻപ് വേറെ കഴിഞ്ഞോന്നറിയില്ല. ഇത് ഞാനൊരു വീഡിയോയിൽ ആമിദിൻ്റെ വോയിസിലൂടെ കേട്ടാ, അതുകൊണ്ടാണ് ഞാൻ ഇത്ര ആർജവത്തോടു കൂടി പറയുന്നത്. അങ്ങനെ എന്താണ് ബുർഹാൻ തളങ്കര എന്ന് പറഞ്ഞ കാസർഗോഡ് ലേഖകനോട് പറയുന്നുണ്ട്, നിങ്ങൾ ഇനി ഡിസംബറിൽ വരാണെങ്കിൽ 7 കുട്ടികളുടെ കല്യാണം കൂടി ഉണ്ട്. ആദ്യം 4 ഘട്ടം 4 കുട്ടികളത് കഴിഞ്ഞു, പിന്നെ 7, 11 2022 ലാസ്റ്റിൽ.
പിന്നെ ഇപ്പോൾ കഴിഞ്ഞ് 23, 24 മൊത്തം കുട്ടികളുടെ കല്യാണത്തിന് കണക്കെടുക്കുക. ഇനി 100 കുട്ടികളുടെ കല്യാണം കഴിഞ്ഞോട്ടെ. ആമിത് ഈ കല്യാണം കഴിഞ്ഞു എന്ന് പ്രചരിപ്പിക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താ അറിയോ, ഈ നൂറ ഹബീബ് ഒരു ട്രസ്റ്റാണ്, ചാരിറ്റബിൾ രജിസ്ട്രേഡ് ട്രസ്റ്റ്. ആ ട്രസ്റ്റ് ആകുമ്പോൾ നാവ് കൊണ്ട് പറയേണ്ട ആവശ്യമില്ല. ആ ട്രസ്റ്റിലേക്ക് 1 രൂപ വന്നുണ്ടെങ്കിൽ ആ ട്രസ്റ്റിന്റെ നേതൃത്വത്തിലാണ്. ആമിത് എന്തുകൊണ്ട് നാവ് കൊണ്ട് തള്ളുന്നത്? പിന്നെ ഇവൻ നടത്തുന്ന ചികിത്സ വ്യാജ ചികിത്സയാണ്. 2020 മുതൽ ഇവൻ പറയുന്നുണ്ട് ഓരോരോ ഇവന്റെ ചികിത്സൻ്റെത്. എന്റെ കയ്യിൽ വീഡിയോ ഉണ്ട്, ആമിദിന് ഞാൻ കൊടുക്കും. ഞാൻ അതുകൊണ്ട് നാട്ടിൽ പോവുകയാണെങ്കിൽ ആമിത് ഇൻഷാ അല്ലാ നാട്ടിൽ പോവുകയാണെങ്കിൽ നിന്റെ അടുത്ത് ഞാൻ വരും. കാരണം നീ പറയുന്നത് ആളുകൾ എന്നെ തെറ്റിദ്ധരിപ്പിക്കുന്ന. ഞാൻ നിന്നെ പറ്റിയല്ല ആമിത, നീ എന്നെന്താന്ന് പഠിച്ചാൽ മതി ആദ്യം. ഞാൻ ഏതൊരു ശത്രുവിനെതിരെയാണെങ്കിലും ആ ശത്രുവിനെ പറ്റി ഒരു വിഷയം കിട്ടിക്കഴിഞ്ഞാൽ മുൻകാലങ്ങളിൽ ആ വ്യക്തിൻ്റെ കാര്യങ്ങൾ പോയി പഠിച്ചിട്ട് ആ വ്യക്തിൻ്റെ കയ്യിൽ നിന്ന് വായിൽ കൂടി വരുന്നതാണ് എനിക്ക് ഏറ്റവും വലിയ പ്രൂഫ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഞാൻ ഒരാളെ കണ്ടിട്ടും നിനക്കെതിരെ പ്രതികരിച്ചില്ല, ഒരാളെ കണ്ടിട്ടും ഒരാളെ പിൻബലം ഉണ്ടാവുമെന്നും പ്രതികരിച്ചില്ല. അല്ലെങ്കിൽ എൻ്റെ വീഡിയോസ് ഒരാൾ കാണണമെന്ന് വിചാരിച്ചിട്ട് ഞാൻ വീഡിയോ ചെയ്യുന്നില്ല. ഞാൻ എൻ്റെ വീഡിയോ നിങ്ങൾ ഓരോരുത്തർ വയ്ക്കാൻ മതി, ആളാവാൻ കാത്തിക്കാറില്ല, ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുന്നുള്ളൊരു വാക്ക് ഞാൻ പറയാറില്ല. പക്ഷെ പറയുന്ന കാര്യങ്ങൾ സത്യസന്ധമാവണമെന്ന് വിചാരിച്ചിട്ട് മാത്രമേ ഞാൻ പറയാറുള്ളൂ. അതുകൊണ്ടാണ് ആമിതയെ നീ പറഞ്ഞല്ലോ ലൈവിൽ നിന്ന് ചോദിച്ച്. അല്ലെങ്കിൽ റിയാസ് ഭായി നിങ്ങൾ ഒരു കാര്യം ആലോചിക്കണം. ഞാനിപ്പോൾ ഇതിൽ പുള്ളിക്കാരനോട് നേരിൽ സംസാരിക്കുമ്പോൾ മാന്യമായിട്ട് തന്നെ സംസാരിച്ചു. ആമിത് തങ്ങളെന്ന് പറഞ്ഞിട്ട് തന്നെ സംസാരിച്ചത്, ആ ഒരൊറ്റ കാര്യം പറഞ്ഞിട്ട് തന്നെ. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞ് സ്ഥലത്ത് ചെല്ലാൻ സൗകര്യമില്ലെന്ന്. നമ്മൾ സ്ഥലം വാങ്ങിയോ വാങ്ങാത്ത വേറെ വിഷയം. പുണ്യപ്രവാചകൻ പറഞ്ഞ കാര്യമാണോ? ഈ ലോകം മുഴുവൻ നമ്മുടെ സമുദായത്തിൽപ്പെട്ട ആളുകളുണ്ട്. പുണ്യപ്രവാചകൻ എവിടെയെങ്കിലും ഈ സമുദായം ഈ ദീൻ നിലനിർത്താൻ 1/2 സെന്റ് സ്ഥലം വാങ്ങിയതായിട്ട് അറിവുണ്ടോ? ഇല്ല. പിന്നെ 2020 ഈ സൂറത്തുൽ സലാത്തുൽ ഫാത്തിഹ എന്ന് പറഞ്ഞ ഈ ആമിത് പറയുന്ന ഫضലുണ്ടല്ലോ, ഇല്ല. 2020 ഇല്ല. ഇവന്റെ വീഡിയോസ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. അതിൽ ചെല്ലുന്നത് 2 കൈയും പൊക്കിയിട്ട് ശരിക്കും മലയാളം ഉച്ചാരണം പോലും നമ്മൾ ഈ കുറച്ച് ഈ കിഴക്കൻ പ്രദേശത്തുള്ള മലയാളം പട്ടരും ഒക്കെ സംസാരിക്കുന്ന ഒരു ശൈലിയിൽ അവൻ്റെ ആദ്യകാലത്തെ സംസാരം, ഒരു തമിഴ് രുചിയുള്ള ഒരു സംസാരം. മലയാളം പോലും ശരിക്കും വ്യക്തത ഇല്ലായിരുന്നു ആമിതിൻ്റെ പഴയകാല വീഡിയോസ് നിങ്ങൾ നോക്കിയാൽ മതി. ഒരു എന്താണ് പറയുക, ഈ പാലക്കാട് ഇങ്ങനെയൊക്കെയുള്ള ഒരു സംസാരം ഉണ്ടല്ലോ, അങ്ങനത്തെ ശൈലിയിലുള്ള സംസാരമായിരുന്നു ആമിതിൻ്റെ തുടക്കകാലം 2020. ഇപ്പം ഞാൻ ഈ വിളിച്ച വീഡിയോയിൽ ഞാൻ യൂട്യൂബിൽ ലൈവ് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു ആമിതിൻ്റെ. അതുകൊണ്ട് തന്നെയാണ് വിളിച്ചത്. അപ്പോൾ വിളിച്ചപ്പം ആമിത് ഒരു പ്രാവശ്യം വിളിച്ചപ്പോൾ കട്ടാക്കി. രണ്ടാമത് ഞാൻ വിളിച്ചപ്പം ആമിത് പറഞ്ഞു മജ്ലിസിലാന്ന്. അപ്പോൾ ആ മജ്ലിസ് ഞാൻ കേട്ടുകൊണ്ടിരിക്കുന്ന അവസരത്തിലാണ് ആമിത് തന്നെ പറയുന്നത് കാണാൻ ആൾ വന്നിരിക്കുന്നത്, ഞാൻ അങ്ങോട്ട് പോവാന്ന്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഫ്രീ ആന്ന്. അപ്പോൾ ഞാൻ വീണ്ടും വിളിച്ചു നോക്കി. എനിക്ക് ചെറിയൊരു ഡൗട്ട് എടുക്കുമല്ലോ, ഒരുപാട് കാലമായി വിളിക്കുന്നു. കാരണം ഇവനെ ഞാൻ ഈ ലൈവ് ഇട്ട് വിളിക്കാനുള്ള കാരണം എന്താ അറിയോ, നമ്മളിപ്പോൾ ഈ ലൈവ് ഇട്ട് വിളിച്ചില്ല എന്നുണ്ടെങ്കിലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ വലിയ പ്രശ്നമാണ്. കാരണം നമ്മൾ പണം വാങ്ങാൻ വിളിച്ചു എന്ന് പറയും. ഈ ആമിദിനെ വിളിക്കാനുള്ളൊരു പേടി, നമ്മളും പണം ആവശ്യപ്പെട്ട് വിളിച്ചു എന്ന് പറയും ആമിദിൻ്റെ സ്വഭാവം വെച്ചിട്ട് തീർച്ചയായിട്ടും ആമിദ് അത് പറയും. പക്ഷേ മാന്യമായിട്ടല്ലാതെ ഒരു ചോദ്യം ഞാൻ ആമിദിനോട് ചോദിച്ചിട്ടില്ല. സ്ഥലം വാങ്ങിയത് പോരാത്തിന് കല്യാണം. ആ വ്യക്തി എല്ലാ വീഡിയോസിലും പറഞ്ഞ 70 കല്യാണം എന്ന്. ഞാൻ ചോദിച്ചെന്താ 2022 തങ്ങളെ എത്ര കല്യാണം നടത്തിയെന്ന് ചോദിച്ചാൽ ഉത്തരമില്ല. 2022 എത്ര കല്യാണം നടത്തിയെന്ന് ചോദിച്ചാൽ ഉത്തരമില്ല. CCTV ക്യാമറ മാർച്ച് 4 ഫസീല എന്ന് പറഞ്ഞ സ്ത്രീ കരഞ്ഞു, അതിൽ CCTV ക്യാമറയുടെ ഉത്തരമില്ല. തങ്ങളെ 2020 മുതൽ നിങ്ങൾ യൂസ് ചെയ്യുന്ന നമ്പറാണ് 9056909056 എന്ന് പറഞ്ഞ 96 എന്ന് പറഞ്ഞപ്പോൾ ഉത്തരമില്ല. മൂപ്പര് പറയുന്ന ഒരേ ഒരു വാക്ക് എന്താണ്, ഏറ്റുപാടുന്ന വാക്ക്, നീ ഇല്ലാസം നിന്റെ ആ വീഡിയോ കാണുന്നുണ്ട്, ഇവിടെ കാണുന്നുണ്ട്, ഞാൻ നിനക്കറിയോ 70 കുട്ടികളെ കല്യാണം കഴിച്ചു കൊടുത്തു, ഇത്ര ആളുകൾക്ക് വീട് വെച്ചു കൊടുത്തു. എന്തിനാണത് പറയേണ്ട ആവശ്യം? രജിസ്ട്രേഡ് ട്രസ്റ്റാണ് നൂറ ഹബീബ്, രജിസ്ട്രേഡ് ട്രസ്റ്റ്. പിന്നെ ഞാൻ ഇന്നൊരു വീഡിയോ ഉണ്ട് പച്ചമരുന്നിൻ്റെ യുനാനിൻ്റെ ചികിത്സ ഇല്ലാന്ന്. ഈ ആമിദ് എന്നൊരു വ്യക്തി തന്നെ 2022 വളരെ വ്യക്തമായി പറയുന്നുണ്ട് പച്ചമരുന്നിൻ്റെ ചികിത്സ ഉണ്ട്, എൻ്റെ ഉപ്പമാരുടെ കാലത്ത് അതിൻ്റെ സർട്ടിഫിക്കറ്റ് ഉണ്ട് എന്ന് ആമിദ് പറയുന്നുണ്ട്. അപ്പോൾ ആമിദ് പറയുന്നത് എന്താണ് ഇപ്പോൾ പറയുന്നത്, നീ ആൾക്കാർ പറയുന്നത് കേട്ടിട്ടാണ് എന്നെ കള്ളെന്ന് വിളിക്കുന്നത്. ഇൻഷാ അല്ലാഹ് നാട്ടിൽ വരുമ്പോൾ അങ്ങോട്ട് ചെല്ലാനാണ് പറയുന്നത്. നാട്ടിൽ ചെന്നാലും ആമിദ് എന്നെ നീ പണത്തിൻ്റെ ഒരു കോടികളുടെ ചാക്ക് വെച്ച് കഴിഞ്ഞാലുണ്ടല്ലോ, അങ്ങനെ നിന്റെ നക്കാപ്പിച്ച് നക്കി തിന്നുന്നവരുണ്ടാവും. എനിക്ക് ചോദിക്കാനുള്ള ഇതേ ചോദ്യങ്ങളാണുള്ളത്, മനസ്സിലായില്ലേ? ഇനി പട്ടിണി കിടന്ന് മരിക്കുകയാണെങ്കിലും നിൻ്റെയൊക്കെ കയ്യിൽ നിന്ന് 1 രൂപ എടുത്തിട്ട് എനിക്കോ എൻ്റെ മക്കൾക്കോ കൊടുക്കുകയാണെങ്കിലുണ്ടല്ലോ, പിന്നെ എന്ത് തൗബ ചെയ്തിട്ടും കാര്യമില്ല ആമിദേ. നീ നമുക്ക് സ്വർഗം നൽകട്ടെ എന്ന് പറയണ്ടല്ലോ. ഞാൻ പറഞ്ഞില്ല, ഞാൻ ചെയ്യുന്ന കർമ്മത്തിൻ്റെ നന്മയാണെങ്കിലും തിന്മയാണെങ്കിലും റബ്ബ് തരും. അതുപോലെ ഞാൻ നിന്നോടും പറയുന്നത്, നീ ചെയ്യുന്ന നന്മയാണെങ്കിലും തിന്മയാണെങ്കിലും റബ്ബ് നിന്നെ ശിക്ഷിക്കട്ടെ. ഞാൻ പറയുന്നത് എന്താണ് ആമിദേ, ഇപ്പോഴും ഞാൻ ആമിദിനോട് ലാസ്റ്റ് ചെയ്ത റിക്വസ്റ്റ് എന്താണ്, നീ എന്ത് തോന്നിയ അവസരത്തിലും ചെയ്തോ, നിയമത്തിനെതിരാണെങ്കിൽ നിയമ നടപടി എടുക്കട്ടെ. പക്ഷെ ഞാൻ പറഞ്ഞൊരു കാര്യം ഇത്ര മാത്രമേ ഉള്ളൂ.
ദയവ് ചെയ്തിട്ട് പുണ്യപ്രവാചകന്റെ പേര് ഒഴിവാക്ക്, പരിശുദ്ധ ഖുർആൻ ഒഴിവാക്ക്, ഈ സമുദായത്തിന്റെ മൊത്തം ആളുകൾക്ക് നാണക്കേണ്ടാക്കുന്ന ഈ ദീനിനെ ഒഴിവാക്ക്. ബാക്കി എന്തും ചെയ്തോ. കാരണം ഈ ഒരൊറ്റ കാര്യം തന്നെ മതി. പുള്ളിക്കാരൻ എന്താ പറഞ്ഞ് സലാത്ത് ചെല്ലാന് പരിമിതി ഇല്ലാന്ന്. എന്തിനാണ് പരിമിതി? സൗകര്യം എന്തിനാണ്? എന്നാൽ ശരി, ഞാൻ പിന്നീട് വരാം. ഓക്കെ, ആമിത് ഇനി പിന്നെ വിളിക്കില്ല നോക്കട്ടെ.